കലോത്സവ വേദികളിൽ മത്സരിക്കാൻ എത്തുന്നവരുണ്ട്, ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ട്, അങ്ങനെ കുറെ ഫേസ് നമുക്ക് കാണാം അല്ലെ. മത്സരമൊക്കെ കഴിഞ്ഞ് വൈബ് ചെയ്തിരിക്കുന്ന ഒരു ടീമാണ് ഇതാ ഇവിടെ ഉള്ളത്. ഹലോ, നിങ്ങൾ ഏതാ സ്കൂള്? കാർമൽ ചാലക്കുടി അല്ലേ? അപ്പൊ നിങ്ങള് പല പല ഇവന്റിലുള്ള ആളുകള് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ മത്സരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒപ്പന ഉണ്ടായി, പാട്രോട്ടിക് ഉണ്ടായി, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ മത്സരം കഴിഞ്ഞോ അതോ ഇനി വരാനിരിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇവന്റ് കഴിഞ്ഞാ പിന്നെ അടുത്ത ഇവന്റിന് വരുമോ? മീൻസ് ഫ്രണ്ട്സിന്റെ ഒക്കെ പരിപാടികൾക്കും കാണാനായിട്ട് വരും അല്ലേ? എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറയോ? എന്റെ പേര് ജിയ, എന്റെ പേര് അൽന, എന്റെ പേര് മിൻഡ, എന്റെ പേര് എൽസ, ഷിസ, അമീലിയ, ആൽബിന, എന്താ ഒരു ചിരി? ആ ഗ്യാപ്പിൽ ഐസ്ക്രീം താഴെ വീണു അല്ലേ? നിങ്ങൾ പാട്രിയോട്ടിക് സോങ് ഒക്കെ കഴിഞ്ഞു, പിന്നെ ഭരതനാട്യം കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ മറ്റ് മത്സരങ്ങളൊക്കെ കണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഈ ഒരു ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വൈബ് ചെയ്തിരിക്കുകയാണ് അല്ലേ? നല്ല രസമുണ്ടോ ഇപ്രാവശ്യത്തെ കലോത്സവം? നിങ്ങൾ മുൻപും ഇങ്ങനെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതാണ് മൂടെന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ അത് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെയും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കലോത്സവത്തിന് വരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്, പല കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പാർട്ട് ഏതായിരിക്കും? ഗ്രീൻ റൂം. അതെന്താ ഗ്രീൻ റൂമിനോ ഇഷ്ടപ്പെടാൻ? അവിടെ ആവുമ്പോ എന്തോ നടക്കും, ലൈക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ എൻജോയ് ചെയ്യാം. പക്ഷെ അത് കുറച്ച് ടെൻഷൻ പിടിച്ച ഒരു ഏരിയ അല്ലേ? മീൻസ് നമ്മള് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ചെസ് നമ്പർ ആവുമ്പോ പോണം, ടെൻഷൻ വരുന്ന സമയത്ത് ടൂർ ബസ്, അത് രസം. വരുമ്പോഴും ഈ കുറച്ച് ടെൻഷൻ ഉണ്ടായിരിക്കില്ലേ? അങ്ങനെ വൈബ് ചെയ്ത് വരുന്ന സമയത്ത് പിന്നെ ആ ടെൻഷനൊക്കെ മറക്കുമല്ലേ നമ്മൾ? പിന്നെ ഏതാ ഇഷ്ടപ്പെട്ട ഏരിയ? നമ്മള് കഷ്ടപ്പെട്ട് കളിച്ചിട്ട് നമുക്ക് പ്രൈസ് കിട്ടുമ്പോ അതിന് വെല്ലാൻ വേറെ ഒന്നുമില്ല അല്ലേ? വേറെ ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഐസ്ക്രീം കിട്ടും, ബജ്ജി കിട്ടും, കറങ്ങി നടന്ന് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റല്ലേ? നമ്മൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ടൈമിലൊന്നും നമുക്കിങ്ങനെ നടക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ആവുമ്പോൾ അങ്ങനെ രാത്രിന്നോ പകലൊന്നുമില്ല, നമ്മളിങ്ങനെ കറങ്ങി നടക്കാം അല്ലേ? മീൻസ് ടീച്ചേഴ്സിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും, അതിനല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്കൂളിലായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് കറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കലോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ. ഞാൻ സംസാരിച്ച് പലരുടെ ഐസ്ക്രീം ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുൾ പോയി. അപ്പൊ സോറി, എന്തായാലും ഒരു ഐസ്ക്രീം കൂടെ മേടിക്കേണ്ടി വരില്ല മിക്കവാറും. അപ്പൊ എന്തായാലും നിങ്ങളുടെ വൈബിംഗ് ഒക്കെ നടക്കട്ടെ, ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഇനിയും ഓർക്കാനായിട്ട് ഒരുപാട് കലോത്സവ ഓർമ്മകൾ, മെമ്മറീസ് അല്ലേ? നമുക്ക് വലുതായാലും ഓർക്കാനായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് കിട്ടുന്ന ഒരു സ്ഥലം അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.